ബാസിലസ് പ്രോഡിജിയസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടെങ്കിൽ നമ്മൾ റെഡ് കോളനീസ് ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ ഈ ബാസിലസ് പ്രോഡിജിയസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സസ്പെൻഷൻ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കതൊരു റെഡ് കോളനി ആയിട്ട് കാണപ്പെടും. അതേപോലെ കെറോസിൻ ഓയിൽ നമുക്ക് എന്താണ് അതിന്റെ സ്മെല്ല് കൊണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിന്റെ ആ ഒരു മേലെ ഇങ്ങനെ ഒരു പവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കൂലേ, അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് കെറോസിൻ ഓയിൽ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വാട്ടറിന്റെ ഈൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അതിന്റെ ഡെപ്ത് ഓഫ് ദി വാട്ടറിങ് ഫീറ്റിൽ അത് ഇൻറ്റു ചെയ്തിട്ട് സ്ക്വയർ ഡയമീറ്റർ ഓഫ് ദി വെല്ല് ഇൻ ഫീറ്റ് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളൊരു ഗാലൺ ഓഫ് വാട്ടർ എന്നുള്ളത് ഈ ഒരു വാട്ടറിന്റെ ഈൽഡ് നോക്കുന്നത്, വെല്ലിന്റെ ഈൽഡ് നോക്കുന്നത്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും ഇത്ര ഡെപ്ത് ആയിട്ട് പോയിട്ടൊന്നും ഉണ്ടായില്ല. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തൊക്കെ കുറെ എന്താണ് ഇന്ന സാധനങ്ങളൊക്കെ പൊല്യൂഷൻ ഉണ്ട് എന്ന് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കണുള്ളൂ. ഓരോ പൊല്യൂഷൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു വെല്ലിന്റെ ഈൽഡ് കണ്ടുപിടിക്കാന്ന് പറയാം. അപ്പൊ നമ്മളൊരു വെല്ലുണ്ട്, അപ്പൊ ആ വെല്ലിന് എത്രത്തോളം അതിന്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു ഗാലണിലാണ് പറയണത്. അപ്പൊ ഈ ഗാലണിൽ പറയുമ്പോൾ ഈ രണ്ട് ഡെപ്ത് ഓഫ് ദി വാട്ടർ ഇൻ ഫീറ്റും പിന്നെ സ്ക്വയർ ഡയമീറ്റർ ഓഫ് ദി വെൽ ഇൻ ഫീറ്റ് 85 എന്നുള്ളത്, ആ ഒരു 85 അതിന്റെ ഒരു കണക്കായിട്ടാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇത്ര ഗാലൺ ഓഫ് വാട്ടർ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി ഇതിൽ കുറെ ഇങ്ങനത്തെ വാട്ടറിന്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടറിൽ ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ സസ്പെൻഡഡ് ഓർ ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഗ്യാസ് ആയിട്ടുണ്ടാവും, സോൾട്ട് ആയിട്ടുണ്ടാവും, ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്, ഇങ്ങനെയൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഗ്യാസ് ആയിട്ട് ഏതൊക്കെയാ വരാം? H2S, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അമോണിയ, നൈട്രജൻ, ഇങ്ങനത്തെയൊക്കെ ഗ്യാസസ് ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് കാണിക്കാം. പിന്നെ സാൾട്ട് ആയിട്ട് സാൾട്ട് ഓഫ് കാൽഷ്യം, മാഗ്നീഷ്യം, സോഡിയം, അയണിന്റെ ഒക്കെ സാൾട്ട് കാണും. ഓർഗാനിക് ആയിട്ട് ആൽബമിനോയിഡ്, അമോണിയ, അങ്ങനെയൊക്കെ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസും വാട്ടറിൽ കാണും. ഇനി സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കുമല്ലോ, അപ്പൊ അത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. മറ്റേത് ഡിസോൾവ്ഡ് ആയിട്ട് കാണും. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് ഇനോർഗാനിക് ഉണ്ട്, അതിന്റെ ഓർഗാനിക് ഉണ്ട്, ആനിമൽ ഒറിജിൻ ഉണ്ടാവും. ഇനോർഗാനിക് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാൻഡ്, പിന്നെ ക്ലേ, സിൽറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇനോർഗാനിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് പറയുന്നത്. ഓർഗാനിക് ആയിട്ടാണെങ്കിൽ ഡെഡ് ലീവ്സ്, ആൽഗെ, അങ്ങനത്തെ പ്ലാന്റിന്റെ ഒറിജിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഗാനിക് ആയിട്ട്. ആനിമൽ ഒറിജിൻ ആയിട്ട് ബാക്ടീരിയ, വൈറസ്, ഓവ, സിസ്റ്റ്, ഇൻസെക്ട്, ഇങ്ങനെ കുറെ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇനി വാട്ടർ പൊല്യൂഷനിൽ നമ്മൾ സീവേജ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അപ്പൊ അതെന്തായിരിക്കും? സീരിയസ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷനാണ് നമ്മൾ സീവേജ് എന്ന് പറയാം. അപ്പൊ അതിൽ ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് പാത്തോജനിക് ഏജന്റ്, ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനും പാത്തോജനിക് ആയിട്ടുള്ള ഏജൻസിന്റെ ഒക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പൊല്യൂഷനാണ് നമ്മൾ സീവേജ് എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോക്സിക് ഏജൻസ് ഫ്രം ഇൻഡസ്ട്രീനെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിന്ന് വാട്ടറിൽ നമ്മൾ ഇങ്ങനത്തെ പുഴയിലേക്കല്ലേ ഇതാക്കി വിടുക, അങ്ങനത്തേനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ആയിട്ടുള്ളതിൽ വരിക എന്താ വെച്ചാൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്. ഇപ്പോൾ ഈ വലിയ കൃഷിയൊക്കെ നടത്തുന്നിടത്ത് ഒരുപാട് രീതിയിലുള്ള പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അവർ യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെ അവർ അതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് അടുത്ത് നിയർ ബൈ ആയിട്ടുള്ള പുഴയ്ക്കോ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള പോണ്ട് കാര്യങ്ങളിലേക്കൊക്കെയാണ് പോവുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് വാട്ടറിന്റെ പൊല്യൂഷൻസ് കിട്ടുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. വാട്ടർ റിലേറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ നമ്മൾ ഈ ബയോളജിക്കൽ ഡിസീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഈ വൈറൽ, ബാക്ടീരിയൽ, പ്രോട്ടോസോവൽ, ഹെൽമിന്തിക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസുകളായിരിക്കും ബയോളജിക്കൽ ഡിസീസ്. ഇതൊക്കെ എന്തായിരിക്കും? വാട്ടർ ബോൺ ഡിസീസ് ആണ്. ഇവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യന് കൂടുതൽ ചാൻസ് ഉള്ളത്. വാട്ടർ ബോൺ ഡിസീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്റ്റീവ് ഏജന്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവും. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്റെ ഒരു കാലമല്ലേ, ഭയങ്കരമായിട്ട് സ്പ്രെഡിങ്ങിൽ ഒരു സമയമാണ് നമ്മൾ അവിടെയൊക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇ, പോളിയോമൈലൈറ്റിസ്, റോട്ടാവൈറസ് ഡയേറിയ, റോട്ടാവൈറസ് ഡയേറിയ ഇൻ ഇൻഫാൻസ്, അഡിനോ വൈറസ്, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, ഇതൊക്കെ വൈറൽ വിഭാഗത്തിൽ പെടും. ഇനി ബാക്ടീരിയയിലാണെങ്കിലോ ടൈഫോയിഡ്, പാരടൈഫോയിഡ് ഫീവർ, ബാസിലറി ഡിസെൻട്രി, എക്സ്ക്രീഷ്യ കോളൈ, ഡയേറിയ, കോളറ, പിന്നെ ഇക്കോളൈ, എൻഡ്രോഹെമറേജിക്, കാമ്പൈലോബാക്ടർ ജെജിനി, ഇതൊക്കെ ബാക്ടീരിയൽ കോസിംഗ് ഏജന്റ് ആണ്. പ്രോട്ടോസോവൽ ആണെന്നുണ്ടെങ്കിൽ അമീബിയാസിസ്, ജിയാഡിയാസിസ് ഒക്കെ പ്രോട്ടോസോവലാണ്. ഹെൽമിന്തിറ്റിക് ആണെങ്കിൽ റൗണ്ട് വേം, ത്രെഡ് വേം, ഹൈഡാറ്റഡ് ഡിസീസ് ഒക്കെയാണ് ഹെൽമിന്തിറ്റിക് ആയിട്ടുള്ള ഡിസീസിന്റെ കോസ് ഏജന്റ് പറയുന്നത്. പിന്നെ ലെപ്റ്റോസ്പൈറൽ നമ്മൾ വീൽസ് ഡിസീസ് എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറൽ ഡിസീസ് ആയിട്ട് പറയാം. ഇനി
അക്വാട്ടിക് ഹോസ്റ്റ്, ഇതിൽ വാട്ടറിൽ ഒരു അക്വാട്ടിക് ഹോസ്റ്റ് മാത്രം പ്രസന്റ് ആയിട്ട് നിൽക്കുന്ന കേസ്. മറ്റേത് എന്താണ് ഇൻഫെക്റ്റീവ് ഏജന്റിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണെങ്കിൽ, ഇവിടെ അക്വാട്ടിക് ഹോസ്റ്റ് ആയിട്ട് മാത്രം അക്വാട്ടിക് ഹോസ്റ്റിന്റെ പ്രസൻസ് വാട്ടറിൽ കാണാം. അപ്പോൾ നമ്മൾ സ്നെയിൽ, സൈക്ലോപ്സ്, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ പറയുന്നത്. സ്നെയിലാണെങ്കിൽ ഷിസ്റ്റോസോമിയാസിസ്, സൈക്ലോപ്സിലാണെങ്കിൽ ഗിനിയോവോമും ഫിഷ് ടേപ്വേമും ഒക്കെയാണ് ഇങ്ങനത്തെ ഡിസീസുകൾ കോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ റിലേറ്റഡ് ഡിസീസ് എപ്പോഴും നോക്കി വെക്കുക. അതിൽ ബയോളജിക്കലാണ് കുറച്ചും കൂടി നമ്മളെപ്പോഴും പറയണതിൽ ഫസ്റ്റ് പറയുന്നത്. ഈ ബയോളജിക്കൽ ഇൻഫെക്റ്റീവ് ഏജന്റ് പ്രസന്റ് ഉള്ളതുണ്ട്, അതേപോലെ തന്നെ അക്വാട്ടിക് ഹോസ്റ്റ് ആയിട്ടുള്ള പ്രസന്റ് ഉള്ളതുണ്ട്. ഇനി കെമിക്കൽ, ഇപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് വാട്ടർ ബോൺ ഡിസീസിൽ ബയോളജിക്കൽ പറഞ്ഞു. ഇനി അതേപോലെ ഉള്ളൊരു ഇതാണ് കെമിക്കൽ. കെമിക്കൽ നമുക്ക് എന്താ വെച്ചാൽ ഏതെങ്കിലും കെമിക്കൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലൂറസീൻ ഉണ്ടോ നോക്കുക, സോഡിയം ക്ലോറൈഡ് ഉണ്ടോ നോക്കുക, അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂറൈഡ് കൂടുതലാണെങ്കിൽ ഇതൊക്കെ എന്തൊക്കെയാ ബുദ്ധിമുട്ടുകളാണെങ്കിൽ എന്തൊക്കെയാ ഡിസീസുകളാണ് വരാന്നില്ല നോക്കുക. അപ്പൊ നമ്മളെ പല്ല്, അപ്പൊ നമ്മള് മറ്റേ പേസ്റ്റിന്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്ലൂറിനുള്ള ടൂത്ത് പേസ്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിക്കൂല. അപ്പൊ അതേ രീതിയിൽ ചോദിക്കുന്ന ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. ഡെന്റൽ ഹെൽത്തിന് ഫ്ലൂറൈഡ് വേണം. അപ്പോൾ ഫ്ലൂറൈഡ് 1 mg/L ഇൻ ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് എന്താണ് അതാണ് അലോവബിൾ ആണ്. അല്ലെങ്കിൽ അത് നമ്മൾ പല്ലിന്റെ ഇനാമലും കാര്യങ്ങളും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. പ്രൊട്ടക്ട് അഗേൻസ്റ്റ് ഡെന്റൽ കാരീസ്. ഹയർ ലെവലാണെങ്കിൽ എന്തായിരിക്കും, ഡെന്റൽ ഇനാമലിന് മോഡലിംഗ് നടത്തിയിട്ട് അതവിടെ അസുഖങ്ങൾ ഉണ്ടാക്കും. പിന്നെ സൈനോസിസ് ഓഫ് ഇൻഫാന്റ്, നൈട്രേറ്റിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. മെഡ് ഹീമോഗ്ലോബിനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലൊക്കെ കുട്ടികളിൽ സൈനോസിസ് ഉണ്ടാക്കും. കുട്ടികൾ മൊത്തമായിട്ട് ഒരു ബ്ലൂ കളറിലേക്ക് വരും. അപ്പോൾ നൈട്രേറ്റിന്റെ കണ്ടന്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. അതേപോലെ ഷിഗല്ലോസിസ്, ട്രക്കോമ, കൺജക്റ്റിവൈറ്റിസ്, അസ്കാരിയോസിസ്, സ്കാബീസ് എന്നൊക്കെ പറഞ്ഞ ഡിസീസ് ഒക്കെ ഇതേപോലെ തന്നെ സ്പ്രെഡിങ് ആണ്. പിന്നെ ഇൻസെക്ട് ബ്രീഡിങ്, മലേറിയ, ഫൈലേറിയ, ഇതൊന്നും കെമിക്കൽ അല്ല കേട്ടോ, അതിന്റെ അടുത്ത ഹെഡിങ് ആയിരുന്നു. പിന്നെ ഇൻസെക്ട് ബ്രീഡിങ്, മലേറിയ, ഫൈലേറിയ, ആർപ്പോവൈറോസിസ്, ഓങ്കോസ്കിറിയാസിസ് ഒക്കെ തന്നെ ഈ വാട്ടർ ബോൺ ഡിസീസുകളിലെ എക്സാമ്പിളാണ്. ഇനി അടുത്തൊരു ഇതാണ് ടോപ്പിക്കാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഇവിടെ നമുക്ക് കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻ ഒരു ബേസ്ഡ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. വൺ വിച്ച് വിൽ നോട്ട് റെഡിലി ഫോം ലേതർ വിത്ത് സോപ്പ്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന് എത്രത്തോളം ലേതർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പത വരുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ഇല്ലൊരു കഴിവിനെയാണ് നമ്മൾ പിന്നെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്നുള്ളത് പറയാം. ഹാർഡ്നെസ് ഇസ് ദ സോപ്പ് ഡിസ്ട്രോയിങ് പവർ ഓഫ് ദി വാട്ടർ. അപ്പോൾ ലേതർ ഇല്ലാത്തതാണ് നമ്മൾ ഹാർഡായിട്ട് പറയുക. അതേപോലെ തന്നെ എ ലോട്ട് ഓഫ് ബബിൾസ് ഉള്ളത് ആണ് നമ്മൾ എന്താ പറയുക, സോഫ്റ്റ് വാട്ടർ ആയിട്ട് പറയും. ലെസ് ബബിൾസ് ഉള്ളത് നമ്മൾ ഹാർഡ് വാട്ടർ ആയിട്ട് പറയും. അപ്പോൾ സോഫ്റ്റ് വാട്ടറിന്റെ അടിയിലെ ഭാഗം ക്ലിയർ ആയിരിക്കും, മേലത്തെ ഭാഗത്തിൽ ബബിൾസ് ഉണ്ടായിരിക്കും. ഹാർഡ് വാട്ടറിന്റെ മേലെയുള്ള ഭാഗം ബബിൾസ് കുറവായിരിക്കും, ബാക്കി എല്ലാ ഭാഗവും ഒരു മിൽക്കി വാട്ടർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പാലിന്റെ കളറിലൊരു വൈറ്റിഷിനിൽ ഒരു ഇത് പോയിട്ടുണ്ടാവും. അല്ലെ നമ്മൾ പച്ചവെള്ളത്തിനൊക്കെ അത് പറയണ ഒന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ രണ്ട് രീതിയിലാണ് ഹാർഡ്നെസ് പറയാം. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടൊക്കെയാണ് ആ ഹാർഡ്നെസ് വരുന്നതെന്നില്ല നമുക്ക് പറയാം. അപ്പൊ ഇതാണെന്നില്ല നമ്മൾ ഒരു ടോപ്പിക് ഇതായിട്ട് പറയുന്നത്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യത്തിനെ കൊണ്ടാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് പറയുന്നത്. പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ഓഫ് സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെയോ കാൽഷ്യത്തിൻ്റെയോ സൾഫേറ്റുകൾ കൊണ്ടാണ്, ക്ലോറൈഡ് ഓഫ് സൾഫേറ്റുകൾ കൊണ്ടാണ് ഈ പെർമനന്റ് ഹാർഡ്നെസ് വരുന്നതെന്നുണ്ടെങ്കിൽ ബൈകാർബണേറ്റ് കൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്, ടെമ്പററി ഹാർഡ്നെസ് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ മാറ്റം വരുന്നത്. മറ്റേത് ക്ലോറൈഡ് ഓഫ് സൾഫേറ്റ്സിൻ്റെ കൊണ്ടാണ് പെർമനന്റ് പറയാം. അപ്പൊ നമ്മളൊന്ന് ബോയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിലോ ബോയിലിംഗ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ഹാർഡ്നെസ് റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്, ചീപ്പായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പെർമനന്റ് ഹാർഡ്നെസിന്റെ സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യുന്നത് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇവിടെ ടെമ്പററിയിൽ നമ്മൾ എന്താ വെച്ചാൽ വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ കാൽഷ്യം കാർബണേറ്റും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഈ കാൽഷ്യം ബൈകാർബണേറ്റിന്റെ ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. മറ്റൊരുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാൽഷ്യം സൾഫേറ്റ് കാൽഷ്യം പ്ലസും അതേപോലെ സൾഫേറ്റിൻ്റെതും ഫോം വേറെ വേറെ ആയിട്ടാണ് അവിടെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്.
കാൽഷ്യം ബൈകാർബണേറ്റിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ അത് കാൽഷ്യം കാർബണേറ്റ് ആകും, അത് ഇൻസോലുബിൾ പ്രസിപ്പിറ്റേറ്റ് ആകും. അത് ഇൻസോലുബിൾ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതിന്റെ പ്രസിപ്പിറ്റേറ്റ് അവിടെ നിൽക്കും. പിന്നെ അതിൽ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡും വേറെ തന്നെ കിട്ടും. പിന്നെ മാഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും, അത് ഇൻസോലുബിൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവിടെ നിൽക്കും. ഇത് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോഴാണ്, ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാന്ന് വേണ്ട, ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും എന്നുള്ള രണ്ട് ഫോമിലേക്ക് കിട്ടാം. അപ്പൊ കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് നമ്മൾ ടെമ്പററി, പിന്നെ മഗ്നീഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ എന്താ പറയും, പെർമനന്റ് ആയിട്ട്. പിന്നെ ഇതാണ് നമ്മളതിന്റെ വാട്ടർ ഹാർഡ്നെസ് സ്കെയിൽ എന്ന് പറയുന്നത്. സോഫ്റ്റ് ആയിട്ട് നമ്മളൊരു ഇതിനെ പറയുന്നത് എപ്പോഴും 0 to 75 ആണ് അതിന്റെ ഒരു PPM പറയുമ്പോൾ സമയത്ത്. 0 to 75 നമ്മൾ അതിന് സോഫ്റ്റ് എന്ന് പറയും. 75 to 150 നമ്മൾ അതിന് സ്ലൈറ്റ്ലി ഹാർഡ് എന്ന് പറയും. 150 to 300 അതിന് ഹാർഡ് എന്ന് പറയാം. 300+ ആകുമ്പോൾ എപ്പോഴും വെരി ഹാർഡ് ഇതിലേക്ക് പോകും. അപ്പോൾ ഇത്രയാണ് ഇതിന് നമ്മൾ ഈ ഒരു 75 to 150, 150 to 300, 300+. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്, സ്ലൈറ്റ്ലി ഹാർഡ്, ഹാർഡ്, വെരി ഹാർഡ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിലേക്ക് വാട്ടർ ഹാർഡ്നെസ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിന് റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മെത്തേഡുകളിൽ നമുക്ക് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബോയിലിംഗ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, ടെമ്പററിക്ക് ബോയിലിംഗ് മെത്തേഡ് മാത്രം മതി. പിന്നെ അഡീഷൻ ഓഫ് ലൈം ക്ലാർക്ക് പ്രോസസ്. ക്ലാർക്ക് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ട്, അതിൽ ലൈം ആഡ് ചെയ്തുകൊണ്ടാണ് ഇതിനെ നമുക്ക് ടെമ്പററിനെ തന്നെ ഈ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഈ സോഡിയം കാർബണേറ്റിന്റെ പറഞ്ഞു, അതേപോലെ ബേസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് പ്രോസസ്. നമ്മളിപ്പോൾ ഈ പണ്ടൊക്കെ പഠിച്ചില്ലേ, ബേസിനെ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു, ആസിഡ് ബേസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതേ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് പെർമ്യൂട്ടേറ്റ് പ്രോസസ് എന്നുള്ളത്. അപ്പോൾ ഈ പെർമ്യൂട്ടേറ്റ് പ്രോസസ് ഒക്കെ ഏതിൻ്റെതാണ് മാത്രമേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുള്ളൂ. പെർമ്യൂട്ടേറ്റ് പ്രോസസ്സ് ഏതിനാ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ക്ലോറിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ ഹാർഡ്നെസ് റിമൂവൽ ഉണ്ടാവും, പിന്നെ ഡിസ്ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെർമ്യൂട്ടേറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ദി ഹാർഡ്നെസ് ആണെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി എന്തൊക്കെയാ സൊല്യൂഷൻ ഈ മെറ്റൽസിൽ, എന്തൊക്കെയാ രീതിയിൽ നമുക്ക് പൊല്യൂഷൻ ആവാന്നുള്ളതാണ്. മെറ്റൽസിന്റെ കേസിൽ ഏതൊക്കെയാണ് പൊല്യൂഷൻ എന്നുള്ളത് പറയും. ഇത് നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ എടുക്കും? ഫസ്റ്റ് എയ്ഡിന്റെ കേസിൽ നമ്മൾ പോയ്സണിങ് പറയുന്നിടത്ത് ഒന്നും കൂടി എടുക്കും. അപ്പൊ ഇവിടെ ഈ ടെക്സ്റ്റിൽ ഈ പാർട്ടിൽ ഇതില്ലോണ്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. അപ്പൊ ലെഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റൽ പൊല്യൂട്ടൻ ഇൻ ദ വാട്ടർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റൽ പൊല്യൂട്ടൻ ഇൻ ദ വാട്ടർ. അപ്പോൾ ഫസ്റ്റ് ഒരു ലെഡിനോട് നമ്മൾ അക്യൂട്ടായിട്ട് ഒരാൾക്ക് എക്സ്പോഷർ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അതിന് വളരെ സിംറ്റംസ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇങ്ങനെയുള്ളൊരു അക്യൂട്ട് ഇൻഫെക്ഷന് കുറേ കാലത്തായിട്ട് ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ അല്ല കേട്ടോ, എക്സ്പോഷറാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് ക്രോണിക് എക്സ്പോഷർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഇതിനോട് നമ്മൾക്ക് ഒരു കോണ്ടാക്ട് വരുന്ന സമയത്ത്, ഇപ്പോൾ ലെഡിൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഈ ലെഡ് നമ്മൾ കുറേ രീതിയിൽ ഇതിനൊക്കെ ഉപയോഗിക്കും. മറ്റേ മെറ്റൽസ് ഒരുപാട് മെറ്റലിൻ്റെ പരിപാടികൾ വർക്കുകളൊക്കെ വരുന്നതിലൊക്കെ ലെഡിൻ്റെ യൂസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തേലൊക്കെ എന്താ വെച്ചാലും ഈ ലെഡ് കണ്ടിന്യൂസ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ക്രോണിക് ആയിട്ട് എക്സ്പോഷർ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിസീസിൻ്റെ പേരാണ് പ്ലംബിസം. അപ്പോൾ ഈ പ്ലംബിസം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്ലംബിസം ഏത് മെറ്റലിൻ്റെ ക്രോണിക് ആയിട്ട് ഉണ്ടാകുമ്പോൾ അസുഖമാണെന്നുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് എയ്ഡിലും വരാം, അല്ലെങ്കിൽ ഈ രീതിയിലും വരാം. രണ്ടിലാണെങ്കിലും നമുക്ക് ആൻസർ ലെഡാണ്. അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവുക? അനീമിയ, കോൺസ്റ്റിപ്പേഷൻ, കോളിക്, റിസ്റ്റ് ഡ്രോപ്പ്, പെരിഫറൽ ന്യൂറൈറ്റിസ്, പിന്നെ ഡിപ്രഷൻ, റീനൽ ഡിസീസ്, ഫൈനലി ഡെത്ത്. അപ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് എന്തായിരിക്കും? ലെഡിൻ്റെ ക്രോണിക് ആയിട്ടുള്ള എക്സ്പോഷർ കൊണ്ട് കിട്ടുന്നതാണ്. അനീമിയ, കോൺസ്റ്റിപ്പേഷൻ, കോളിക്, റിസ്റ്റ് ഡ്രോപ്പ്, പെരിഫറൽ ന്യൂറൈറ്റിസ്, ഡിപ്രഷൻ, പിന്നെ റീനൽ ഡിസീസ്, ഫൈനലി ഡെത്ത്. ഇനി അയൺ ആണെങ്കിലോ നമ്മളറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ കോയൽ കിണറത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു പൈപ്പിലൂടെയാണ്, അല്ലെങ്കിൽ അയണിന്റെ പൈപ്പിലൂടെയാണ് ഇത് ഡെയിലി വരുന്നത്. അങ്ങനെ ആകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? റസ്റ്റിംഗ് ഓഫ് ദി ഇന്നർ കോട്ടിംഗ് ഓഫ് ദി പൈപ്പ്. ഈ പൈപ്പിന്റെ ഇന്നർ കോട്ടിങ്ങിന് എന്ത് സംഭവിക്കും? റസ്റ്റിംഗ് സംഭവിക്കും. അങ്ങനെ റസ്റ്റിംഗ് സംഭവിക്കുമ്പോൾ ആ തുരുമ്പാണല്ലോ പിന്നെ നമ്മൾ ഈ വെള്ളത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഗ്യാസ്ട്രൈറ്റിസ്, ഡിസ്പെപ്സിയ, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ അതിലൊരു കണക്ക് പറയുന്നുണ്ട്, 0.01/1,00,000 പാർട്ട് ഓഫ് വാട്ടറിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ പേഷ്യൻ്റ് വരുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്പെപ്സിയ, എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവർക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കോയൽ കിണർ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെ വരാമെന്നത്. അപ്പോൾ അതാണ് ഇതിൽ അയണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനി സിങ്കും അതേപോലെ തന്നെയാണ്. ക്രോണിക് ആയിട്ടുള്ള സിങ്ങിനോടുള്ള എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ഒബ്സ്റ്റിനേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഫ്ലൂറിൻ നമ്മൾ പറഞ്ഞു
ഡെന്റൽ ഇനാമലിനൊക്കെ നമുക്ക് 1 വരെ അലോവബിൾ ആണ്. 1 വരെ നിലയിൽ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ 0.821 തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 1 വരെ നമുക്ക് അലോവബിൾ ആണ്. 1 to 1.5 mg/ലിറ്റർ വരികയാണെങ്കിൽ തന്നെ എന്താണ് ഡെന്റൽ ഫ്ലൂറോസിസിനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഹൈ കോൺസെൻട്രേഷൻ അതിൻ്റെ മേലേക്ക് പോവുകയാണ്. ഇപ്പൊ ഇതിൻ്റെ മേലേക്ക് പോവുകയാണെങ്കിൽ സ്കെൽറ്റൽ ഡാമേജ്, അതുവരെ ഡെന്റൽ ഫ്ലൂറോസിസിനേക്കാളും മേലേക്ക് പിന്നെ പോയിട്ട് സ്കെൽറ്റൽ ഡാമേജ് വരെ എന്താണ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ 50 to 100 mg ഒക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് 1ന്റെ മേലെ തന്നെ ഡെയിലി പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്, ഡെന്റൽ ഫ്ലൂറോസിസിലേക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ 50 to 100 mg മേലെ പോവുകയാണെങ്കിൽ സ്കെൽറ്റൽ ഡാമേജ് വരെ സംഭവിക്കാം. ഇനി ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ഈ ആനിമൽ വെജ് കിങ്ഡം അതിൻ്റെയൊക്കെ ഇമ്പ്യൂരിറ്റീസ്, അതേപോലെ തന്നെ ഈ അവരൊക്കെ എക്സ്ക്രീറ്റ വാട്ടറിലൂടെ കണ്ടാമിനേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ബോൺ ഡിസീസുകളെല്ലാം തന്നെ കോളറ, ഡിസെൻട്രി, എൻഡറിക് ഫീവർ ഇൻക്ലൂഡിങ് ടൈഫോയിഡ് ഫീവർ, പാരാടൈഫോയിഡ്, പിന്നെ എപ്പിഡമിക് ഡയറിയ, ഇങ്ങനത്തെ എല്ലാ സാധ്യതകളും നമ്മൾ എന്തായിരിക്കും ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് മെയിനായിട്ട് കോസ് ചെയ്യുന്നത്. ഇനി ഒരു വലിയൊരു ഹെഡിങ് ആണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി വാട്ടർ എന്നുള്ളത്. അപ്പം നമുക്കിതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കാരണം അത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ നമ്മൾ എല്ലാവരും എന്താണ് ഇവിടെയൊക്കെ പോയി കണ്ടതാണല്ലോ, ഡയറക്റ്റായിട്ട് നമ്മൾ വിസിറ്റിന് പോയിട്ടാണ് കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പോർഷൻ മാത്രമേ നമ്മൾ പറയുന്നത്. ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഉണ്ട്, സ്മാൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. സ്മാൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്കുള്ളൊരു ആവശ്യത്തിന് ഹൗസ് ഹോൾഡ് മെത്തേഡിൽ നമ്മളെങ്ങനെ പ്യൂരിഫിക്കേഷൻ ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് സ്മാൾ സ്കെയിൽ. ലാർജ് സ്കെയിൽ എപ്പോഴും നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വില്ലേജിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയുള്ള പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വാട്ടർ റിസർവോയറിന് എടുത്തു, ആ റിസർവോയറിന് വാട്ടർ അതിൻ്റെ കുറച്ച് ട്രീറ്റ്മെന്റിലൂടെ പോയിട്ട് അത് വാട്ടർ കൺസപ്ഷനിലേക്ക് എത്തും. നമ്മളിപ്പോൾ ഫിൽറ്ററൊക്കെ വെക്കുന്നതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഫിൽറ്ററില്ലേ, അപ്പോൾ ഈ ഫിൽറ്ററുകളിലൂടെ പോകുന്നതാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ എന്തായിരിക്കും പ്യൂരിഫിക്കേഷൻ ഓഫ് ദി വാട്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാർജ് സ്കെയിൽ പറയാം. ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം ഒരു റിസർവോയറിന് വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് നമ്മൾ എന്തായിരിക്കും ഒരു സ്ഥലത്തേക്ക് ആദ്യം ഒരു സ്റ്റോറേജ് ഉണ്ടാവും. ആ സ്റ്റോറേജാണ് നമ്മൾ വലിയൊരു ടാങ്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടാങ്കിലേക്ക് നമ്മളൊരു സ്റ്റോറേജ് പറയുന്നു. ഈ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ഇതൊരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് പല രീതിയിലുള്ള ഫിൽട്രേഷൻ നടക്കും. ആദ്യം മെക്കാനിക്കൽ ഫിൽട്രേഷൻ, അത് കഴിഞ്ഞിട്ട് കെമിക്കൽ ഫിൽട്രേഷൻ, ഇങ്ങനെ ഫിൽട്രേഷൻ ബാരിയർ എല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെ അതൊരു ഡിസ്ഇൻഫെക്ഷൻ സ്റ്റേജിലേക്ക് പോകും. ഈ ഡിസ്ഇൻഫെക്ഷൻ സ്റ്റേജിലാണ് നമ്മളിത് എന്ത് കാട്ടുന്നത്, ക്ലോറിൻ ആഡ് ചെയ്തുകൊണ്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഫിൽട്രേഷൻ. സ്റ്റോറേജിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു വാട്ടർ വന്നു, ഈ വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു വാട്ടർ ടാങ്കിലേക്ക് കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയിലെ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും അടിഞ്ഞു നിൽക്കുമല്ലോ. വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോറേജിന്റെ അടിയിലേ തന്നെ നിൽക്കും. അവിടെയാണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് തന്നെ ഒരു ബാരിയർ പോയി എന്ന് പറയാം. പിന്നെ അത് നമ്മൾ ഫിൽട്രേഷനിലേക്ക് പോയി. ഫിൽട്രേഷനിൽ നമ്മൾ എന്തായിരിക്കും രണ്ട് രീതിയിൽ പറയാം. സ്ലോ സാൻഡ് ഫിൽട്രേഷൻ ഉണ്ട്, റാപ്പിഡ് സാൻഡ് ഫിൽട്രേഷൻ. സ്ലോ സാൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ബയോളജിക്കൽ ഫിൽട്രേഷൻ എന്ന് അതിനെ പറയും. റാപ്പിഡ് സാൻഡ് ആകുമ്പോൾ എന്തായിരിക്കും മെക്കാനിക്കൽ ഫിൽട്രേഷൻ ആണ്. അത് നമ്മൾ ഒരാൾ ചെയ്യുന്നതല്ല, ബൈ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്ലോ സാൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു സമയം കൊടുത്തുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ടൈമും കാര്യങ്ങളും എടുത്തിട്ട് തന്നെ ഫിൽട്രേഷൻ ചെയ്യുന്നതാണ്. ഫിൽട്രേഷൻ്റെ സമയത്ത് 98 to 99% ബാക്ടീരിയനെ നമുക്ക് ഫിൽട്രേഷനിലൂടെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ സ്ലോ സാൻഡ് ഉണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്റർ. അപ്പോൾ ആ ഒരു ഇതിനെ ആലോചിച്ച് നോക്കുക. ഷ്മഡ്സ്ഡെക്ക് ലെയർ എന്നുള്ളതാണ് ഈ സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ ഹാർട്ട് അല്ലെങ്കിൽ അതിന്റെ വൈറ്റൽ ലെയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഇതിൽ നിന്ന് കണ്ടിട്ടുള്ളൂ. ഈ ഷ്മഡ്സ്ഡെക്ക് ലെയർ അല്ലെങ്കിൽ സൂഗ്ലിയൽ ലെയർ എന്ന് പറയുന്നത് ഷ്മഡ്സ്കി ലെയർ എന്നുള്ളത് ഒറ്റന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഏത് രീതിയിൽ വായിക്കാട്ടോ. അപ്പോൾ ഈ ഒരു ലെയർ കാണുന്നത് ഏത് ഫിൽട്രേഷനിലാണെന്നുള്ളതാണ്. സ്ലോ സാൻഡ് ഫിൽറ്റർ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫിൽറ്ററിലാണ് നമ്മൾ ഈ സൂഗ്ലിയൽ ലെയറിൽ അല്ലെങ്കിൽ വൈറ്റൽ ലെയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ലെയർ കാണുന്നത്. ഇതാണ് നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഒരു റോ വാട്ടർ ഒരു റിസർവോയറിന് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോറേജിൽ നിന്ന് പോകുന്നു. അത് കുറേ ഫിൽറ്റർ ബെഡിലൂടെ ഇങ്ങനെ കിടക്കും. അടിയിൽ സപ്പോർട്ടിങ് ഗ്രേവൽ ഉണ്ടാകും, പിന്നെ ഒരു ഫിൽറ്റർ ബെഡ് ഉണ്ടാകും. അപ്പോൾ ഈ ഫിൽറ്റർ ബെഡിൽ ഇങ്ങനെ ഈ വെള്ളം മേലെ നിന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ലെയർ ഫോം ചെയ്യും. ഷ്മഡ്സ്ഡെക്ക് ലെയർ എന്ന് പറഞ്ഞ ഒരു ലെയർ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൺട്രോൾ വാൾവിലൂടെ വാട്ടറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടത്തിയിട്ടാണ് നമ്മൾ അതിന് പുറത്തേക്ക് അതിന്റെ ഔട്ട്ഫ്ലോ കൊടുക്കുന്നത്.
ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ ലെയർ തന്നെയാണ് നമ്മൾ ഹാർട്ട് ഓഫ് ദി സ്ലോസ് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഷ്മഡ്സ്ഡെക് ലെയറിനെയാണ് നമ്മൾ ഹാർട്ട് ഓഫ് സ്ലോസ് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സൂഗ്ലിയർ ലെയർ അല്ലെങ്കിൽ വൈറ്റ് ലെയർ എന്നൊക്കെ ഇതിനെ പറയപ്പെടുന്നുണ്ട്. അതിലെന്താ ഉണ്ടാവുക ആ ലെയറിൽ? സ്ലൈമി ജെലാറ്റിനസ് ലെയർ കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഫോം ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. ആൽഗെ, പ്ലാങ്ക്ടൺ, ഡയാറ്റം, പ്രോട്ടോസോവ, ബാക്ടീരിയ എന്തോ ആവാം. ഇങ്ങനെ കുറേ ഫോംസുകൾ കാണുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂഗ്ലിയർ ലെയർ അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് സ്ലോസ് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ, നമ്മളൊരു വെള്ളം കുറേ സമയം ഇങ്ങനെ കെട്ടി നിർത്തി വെക്കുകയാണെങ്കിൽ അതിന്റെ മേലെ ഇങ്ങനെ ഒരു പാട പോലെ ഇങ്ങനെ വരൂലേ? അപ്പൊ അതേ രീതിയിൽ ആലോചിച്ചാൽ മതി. അതേ രീതിയിൽ വരുന്നൊരു പാർട്ടിനെയാണ് നമ്മൾ ഈ ലെയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഏതിലാ കാണുക? സ്ലോസ് ആൻഡ് ഫിൽറ്ററിലാണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത എന്താണ്, നമ്മൾ സ്ലോ സാൻഡ് കഴിഞ്ഞാൽ റാപ്പിഡ് സാൻഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫിൽട്രേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പ്രോസസ്സ് മെക്കാനിക്കൽ ആണ്, അപ്പൊ നമ്മളല്ല ചെയ്യുന്നത്. അപ്പോൾ ബൈ മെഷീനിലൂടെയാണ് ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. ആദ്യം കൊയാഗുലേഷൻ നടക്കും. കൊയാഗുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആലം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കൊയാഗുലേഷൻ പ്രോസസ്സിലൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് അതിനൊരു മിക്സിംഗ് ചേമ്പറിലേക്ക് വിടും. മിക്സിംഗ് ചേമ്പറിൽ നിന്ന് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞൊരു ചേമ്പറിലേക്ക് വിടും. അത് കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും നമ്മൾ സെഡിമെന്റേഷൻ കൊടുത്തിട്ടാണ് പിന്നെ ഫിൽട്രേഷൻ നടത്തുന്നത്. മറ്റൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇത്രയും പ്രോസസ്സുകളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ഫിൽട്ടർ ബെഡ്, കുറച്ച് ഗ്രേവല്, ആ ഒരു മണ്ണിന്റെ സൈസുകൾ ഇങ്ങനെ കുറച്ച് മണ്ണ് കല്ല് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികളായിരുന്ന സമയത്തൊക്കെ ഈ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. മേലെ കുറച്ച് കല്ല്, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മണല്, ആ രീതിയിൽ ഇടൂല. അതേ രീതിയിലാണ് നമ്മൾ സ്ലോ സാൻഡിൽ പറയുന്നത്. റാപ്പിഡിൽ ഇതൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ കുറച്ച് പ്രോസസ്സ് വഴിയാണ് പോകുന്നത്. കൊയാഗുലേഷൻ, മിക്സിങ്, ഫ്ലോക്കുലേഷൻ, സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ മെക്കാനിക്കൽ ഫിൽട്രേഷനിൽ പറയുന്നത്. റോ വാട്ടറിന് നമ്മളൊരു കൊയാഗുലൻസ് ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു കൊയാഗുലേഷൻ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഫ്ലക്വേഷൻ ബേസിനിൽ പോകും, പിന്നെ അത് സെഡിമെന്റേഷനിൽ പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിൽട്രേഷനിൽ പോയിട്ട് പിന്നെ നമ്മൾ അടുത്ത ഡിസിൻഫെക്ഷന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുക ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് വാട്ടർ ഇൻടേക്ക് കഴിഞ്ഞിട്ട് കൊയാഗുലേഷൻ ആഡ് ചെയ്യും. കൊയാഗുലേഷൻ സെഡിമെന്റേഷൻ ചാമ്പറിൽ പോകും. അതിന് സെഡിമെന്റും ബാക്കിയായിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ അതിന്റെ തന്നെ അടിയിലൊരു വാൽവ് ഉണ്ടാവും. ആ വാൽവ് വെച്ചിട്ട് അത് അവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫിൽട്രേഷൻ ചാമ്പറിൽ പോകും. പിന്നെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ കൊടുത്തിട്ട് വീണ്ടും സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ആ മൂന്ന് സ്റ്റെപ്പിൽ രണ്ടെണ്ണം കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ സ്റ്റോറേജ് കഴിഞ്ഞു, പിന്നെ ഫിൽട്രേഷന്റെ 2 സ്റ്റേജ് പറഞ്ഞു. ബയോളജിക്കലും ഉണ്ട്, അല്ലെങ്കിൽ അതിന് സ്ലോ സാൻഡ് എന്ന് പറയും, പിന്നെ മെക്കാനിക്കൽ അല്ലെങ്കിൽ റാപ്പിഡ് സാൻഡ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞതാണ് നമ്മൾ എന്ത് വരുന്നത്? ഡിസിൻഫെക്ഷൻ. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദി പ്യൂരിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലോറിനേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ രണ്ടും പറയും. ഡിസിൻഫെക്ഷനിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡിസിൻഫെക്ഷന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലോറിന്റെ ഡിസിൻഫെക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. disinfecting action of the chlorine mainly due to the formation of the hypochlorous acid. HOCl എന്ന് പറഞ്ഞ ആസിഡ് നമ്മൾ ക്ലോറിനാണ് നമ്മളിപ്പോ ഇതിൽ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലോറിൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണ് നമുക്കിവിടെ ആക്ഷൻ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഹൈപ്പോക്ലോറസ് ആസിഡ് അല്ലെങ്കിൽ HOCl ആണ് നമ്മൾ ഡിസിൻഫെക്ഷന്റെ ഇവിടെ ആക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു വാട്ടറിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോറിൻ ഡിമാൻഡ് കണ്ടുപിടിക്കണം. അപ്പൊ എമൗണ്ട് ഓഫ് ഫ്ലോറിൻ ദാറ്റ് ഈസ് നീഡഡ് ടു ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ആൻഡ് ടു ഓക്സിഡൈസ് ദ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദ വാട്ടർ. നമ്മൾ വാട്ടറിൽ നമ്മളിപ്പോൾ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ എടുത്തല്ലോ, ആ പ്യൂരിഫിക്കേഷൻ എടുത്ത വാട്ടറിൽ എത്രത്തോളം ബാക്ടീരിയ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ നമ്മളൊരു എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കും. ഇത്ര എമൗണ്ട് ക്ലോറിൻ ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കും. ആ എമൗണ്ടിനെയാണ് നമ്മൾ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലോറിൻ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി വാട്ടർ ഈസ് ഫുള്ളി മെറ്റ്. ആ ക്ലോറിൻ നമ്മളൊരു വാട്ടറിന് എത്രയാണ് ക്ലോറിൻ വേണ്ടത് എന്നുള്ള ഒരു ഡിമാൻഡ് കണ്ടുപിടിച്ച ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതും കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിലോ, കുറച്ചും കൂടി ക്ലോറിൻ അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ എന്ന് പറയും. സ്മാൾ എക്സസ് ക്ലോറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ. അപ്പൊ ഇൻ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈസ് ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ കെപ്റ്റ് 0.5 mg per liter at the end of 1 hour after chlorination.
നമ്മൾ ക്ലോറിനേഷൻ ഒരു 1 അവർ കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഡ്രിങ്കിങ് വാട്ടറിൽ 0.5 mg നമ്മൾ എന്ത് വേണം, ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ വേണം. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിൽ ഉണ്ടാവാറ്. ഒന്ന് എന്താണ് ക്ലോറിന്റെ ഏതാണ് ആക്ഷൻ എന്നുള്ളത്, ഹൈപ്പോക്ലോറസ് ആസിഡും അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിൽ എത്ര ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ വേണമെന്നുള്ളത് 0.5 mg/L ആണ്. അത് രണ്ടൊന്ന് നോട്ട് ചെയ്യും. ഇനി ഇതിൽ നമ്മൾ 2 ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ഈ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എത്ര ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓർത്തോ ടോളിഡിൻ ടെസ്റ്റും പിന്നെ ടോളിഡിൻ ഫ്രീ, രണ്ടാമത്തെ എന്തെങ്കിലും ഓർത്തോ ടോളിഡിനും പിന്നെ കമ്പൈൻ ആയിട്ടുള്ളത്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂടെയും ഫ്രീ ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, അത് എവിടെയോ എഴുതിച്ചിട്ടുണ്ട് ഇതിൽ. അത് വേണം, ഇപ്പൊ നോക്കട്ടെ. ഓർത്തോ ടോളിഡിൻ ടെസ്റ്റ് ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ 0.1 ml ഓഫ് ഓർത്തോ ടോളിഡിൻ റിയേജന്റ് നമ്മൾ 1 ml ഓഫ് സാമ്പിൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യും ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട്. അപ്പൊ യെല്ലോ കളർ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ക്ലോറിൻ പ്രസന്റ് ആണ്. അപ്പൊ ഇവിടെ യെല്ലോ കളർ എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ അതിലുണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ കിട്ടണം. അപ്പൊ ഓർത്തോ ടോളിഡിൻ റിയേജന്റ് നമ്മൾ 0.1 ml സാമ്പിൾ ഓഫ് വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെല്ലോ കളർ കിട്ടുകയാണെങ്കിൽ എന്തായി, ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഉണ്ടതിൽ മനസ്സിലാക്കാൻ പറ്റും. റീഡിംഗ് മസ്റ്റ് ബി ടേക്കൺ വിത്തിൻ 10 minutes. നമ്മളിത് എന്താണ് ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിലാണ് വെക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് നോക്കണം. അപ്പോൾ ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ കിട്ടും. ഇനി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആണല്ലോ നമ്മൾ ഇങ്ങനത്തെയൊക്കെ നമ്മളെ വീട്ടിൽ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ എന്താണെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. വൈറ്റ് അമോർഫസ് പൗഡർ വിത്ത് എ പഞ്ചന്റ് സ്മെൽ ഓഫ് ദി ക്ലോറിൻ. ക്ലോറിന്റെ ഒരു പഞ്ചന്റ് സ്മെല്ലിൽ ഒരു വൈറ്റ് അമോർഫസ് പൗഡർ ആണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ. ക്ലോറിൻ ഗ്യാസ് ആൻഡ് സ്ലേക്കഡ് ലൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുന്നത്. ക്ലോറിനേറ്റഡ് ലൈമാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം ക്ലോറിൻ ഗ്യാസും സ്ലേക്കഡ് ലൈമും കൂടി മിക്സ് ചെയ്തതാണ് ക്ലോറിനേറ്റഡ് ലൈം. അതാണ് നമുക്ക് ഒന്നും കൂടി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സാധനം. പിന്നെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറിൽ എപ്പോഴും 33% അവൈലബിൾ ക്ലോറിൻ വേണം എന്നാണ് കണക്ക്. വെൻ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഇറ്റ് കണ്ടെയ്ൻസ് 33% അവൈലബിൾ ക്ലോറിൻ. ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ എത്രത്തോളം ഇതിൽ ഉണ്ട് നോക്കുന്നത് കോളിഫോം ഓർഗാനിസം കൗണ്ട് നോക്കിയിട്ടാണ്. അതായത് എന്താണ് ഡിസ്ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് വാട്ടർ കണ്ടാമിനേഷൻ ഫ്രീ ആണോ എന്നൊക്കെ നോക്കുന്നത് കോളിഫോം ഓർഗാനിസത്തിന്റെ കൗണ്ട് നോക്കിയിട്ടാണ്. കോളിഫോം ഓർഗാനിസം കൗണ്ട് വെള്ളത്തിൽ പാടില്ല. അപ്പൊ അതിന്റെ കൗണ്ട് എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതിൽ നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളത് പറയാം. ഇനി ഹൊറോക്സ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ബ്ലീച്ചിങ് പൗഡർ റിക്വയർഡ് ടു ഡിസ്ഇൻഫെക്ട് 100 gallon ഓഫ് ദി വാട്ടർ. ഇപ്പൊ ഇതിൽ ഇങ്ങനെ കുറെ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടാവും. ഈ ഗ്ലാസ് ഉണ്ടാവും, പിന്നെ മെയിൻ ആയിട്ട് ഒരു ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവും, പിന്നെ നമ്മൾ എടുക്കുന്ന വെള്ളം ഉണ്ടാവും. ആ രീതിയിൽ ഒരു അപ്പാരറ്റസ് ആണ് ഇത് പറയുന്നത്. അപ്പൊ ഈ അപ്പാരറ്റസിൽ നമ്മൾ 100 gallon ഓഫ് വാട്ടർ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബ്ലീച്ചിങ് പൗഡറാണ് ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിക്കും. അതിനനുസരിച്ചിട്ട് നമ്മളെടുത്ത് എത്രയാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് ആ വെള്ളത്തിന് ആനുപാതികമായിട്ട് കണക്ക് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിൽ ഇത്രയും അറിഞ്ഞാൽ മതി. ഈ ഹൊറോക്സ് അപ്പാരറ്റസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ബ്ലീച്ചിങ് പൗഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, വെള്ളമാണ്. വാട്ടറിൻ്റെത് നമുക്ക് ഒരുപാട് രീതിയിൽ പറയാം. കാരണം എന്താ വെച്ചാൽ വാട്ടർ പറയുകയാണെങ്കിൽ അതന്നെ 2-3 ദിവസം പറയാനുള്ള ടോപ്പിക്. ആ ടെക്സ്റ്റ് അത്രയും വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രക്കും ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത് നമുക്ക് എക്സാം പർപ്പസിലുള്ളത് മാത്രം നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ എപ്പോഴും ക്ലോറിന്റെ ആ ഭാഗം നോക്കുക, പിന്നെ ഹാർഡ്നെസ് ഓഫ് ദി വാട്ടർ നോക്കുക, പിന്നെ ആ ഒരു എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വാട്ടർ ബോൺ ഡിസീസുകൾ വരിക എന്നുള്ളത്. ഈ വാട്ടർ ബോൺ ഡിസീസ് നമ്മൾ ഇനി എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പാർട്ടിൽ ഒന്നുകൂടി നന്നായിട്ട് പറയും. അപ്പൊ ഇവിടെ ഇതൊന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്താം. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എയർ എന്നുള്ളത്. അപ്പൊ വാട്ടർ കഴിഞ്ഞിട്ട് എയറിൽ ഇപ്പൊ എന്തായിരിക്കും, കാർബൺ മോണോക്സൈഡിനാണ് മെയിൻ ആയിട്ടുള്ള ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് പറയുന്നത്. മോസ്റ്റ് കോമൺ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് ആയിട്ട് പറയുന്നത് എന്താണ്, കാർബൺ മോണോക്സൈഡ് ആണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ദി കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ. കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ നമ്മൾ ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസ്പെറ്റോസ്, നമ്മളിപ്പോൾ എന്താണ് കുറെ വെഹിക്കിൾസിലെ കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പൊ ഇതിന്റെയൊക്കെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കൊണ്ടാണ് എന്തായിരിക്കും കാർബൺ മോണോക്സൈഡ് നമുക്ക് പൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതേപോലെ അടുത്ത പൊല്യൂഷനാണ് സൾഫർ ഡയോക്സൈഡ്.
പിന്നെ ലെഡ് അത്രത്തോളം വലിയവർക്ക് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയേണ്ടത്, പക്ഷെ എന്നാലും ചിൽഡ്രന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ലെഡ് ആണെന്ന് പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം അതൊരു പോയ്സൺ ആയിട്ടല്ല നമുക്ക് പറയണത്, പക്ഷെ എന്നാലും അതും അമിതമാകുന്ന സമയത്ത് അതും പോയ്സൺ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഹൈഡ്രോ കാർബൺ, കാഡ്മിയം, ഹൈഡ്രജൻ സൾഫൈഡ്, ഓസോണ്, പോളിന്യൂക്ലിയർ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, ഇതെല്ലാം എന്തായിരിക്കും ഈ എയറിന്റെ ഉള്ളിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡിനെ പറയുന്നത്. പിന്നെ ലെഡ്, പിന്നെ നമ്മൾ നേരത്തെ മെറ്റൽസിൽ ലെഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇവിടെ കാർബൺ മോണോക്സൈഡ് ആണ് ഒന്നുകൂടി വൈഡ്ലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമ്മൾ എയർ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് നമുക്കൊക്കെ ഒരു ഡിസ്കംഫേർട്ട് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എപ്പോഴാണോ നമ്മൾ കംഫേർട്ട്, ആ കംഫേർട്ട് അല്ലാത്തൊരു പ്ലേസിനെ പിന്നെ നമ്മൾ പറയുന്നതാണ് ഡിസ്കംഫേർട്ട്. അപ്പോൾ അതിന്റെ എന്താണ് ഡിസ്കംഫേർട്ട് എന്നാണ് നമ്മളൊരു എഫക്റ്റീവ് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു വേർഡ്. ആൻഡ് ഇൻഡെക്സ് ഹാസ് ബീൻ ഡിവൈസ്ഡ് ടു മെഷർ ഡിസ്കംഫേർട്ട് ഈസ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. നമ്മൾ പറയാലോ നമുക്ക് ഇത്ര തണുപ്പാവുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത്ര ചൂടാകുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കംഫേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്ലസന്റ് ആൻഡ് കൂളാണ് 20 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കറിയാം നമ്മൾ പ്ലസന്റ് ആണ്, കൂളാണ്. കംഫർട്ടബിൾ ആൻഡ് കൂളാണ്, കുറച്ചും കൂടി കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണെന്ന് പറയുന്നതാണ് 20 to 25. കംഫർട്ടബിൾ ഓക്കെ, കുറച്ച് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ബുദ്ധിമുട്ടിലേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ 25 to 27 ഡിഗ്രി സെൽഷ്യസ്. ഹോട്ടാണ് 27+. നമുക്കറിയാം ഇപ്പൊ നമ്മൾ അതിന് എത്രയോ മേലെ പോകുന്നുണ്ട്, എന്നാൽ കൂടെ ഇതാണ് ഇതിന്റെ ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്നുള്ളൊരു എന്താണ് ചാർട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമ്മളിങ്ങനെ എയർ പറയുന്ന സമയത്ത് ഒരാൾക്ക് ഇത്ര വെന്റിലേഷൻ വേണം ഇത് പറയണം. നമ്മള് സോറി, ഫാക്ടറി ആക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സ്പേസ് വേണം ഒരാൾക്ക് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര എയർ വേണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താ ഫാക്ടറി ആക്ടിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് മിനിമം ഇത്ര വർക്ക് എന്നാണ് ഒരു എക്സ്ചേഞ്ച് ഓഫ് എയർ നടക്കണം എന്നുള്ളതാണ് വെന്റിലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് എയർ ബിറ്റ്വീൻ ഔട്ട്ഡോഴ്സ് ആൻഡ് ഇൻഡോഴ്സ് ആണ് നമ്മൾ വെന്റിലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യൂബിക് സ്പേസ് നോക്കുകയാണെങ്കിൽ 3000 cubic feet എയർ പെർ പേഴ്സൺ പെർ ഹവർ ഈസ് ആൻ ഓൾഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ എന്ന് വെച്ചാൽ ഒരു 3000 cubic feet ആണ് ഒരാൾക്ക് വേണം എന്നുള്ളത് പെർ ഹവർ. ഒരാൾക്ക് ഒരു ഹവറിന് അത്രയും സ്ഥലം കിട്ടണം എന്നുള്ളതാണ് നമുക്ക് മര്യാദക്കുള്ള വെന്റിലേഷനും കാര്യങ്ങളും നടക്കണമെങ്കിൽ. ഫ്ലോർ സ്പേസ് ആണെങ്കിൽ 50 to 100 square feet പെർ പേഴ്സണിന് ഒരാൾക്ക് നോക്കുകയാണെങ്കിൽ 50 to 100 square feet ആണ് ഒരാൾക്ക് വേണ്ടത്. എയർ ചേഞ്ച് ആകുമ്പോൾ 2 or 3 എയർ ചേഞ്ചസ് ഇൻ ലിവിംഗ് റൂം, ഇൻ 4 to 6 എയർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് റൂം. ലിവിംഗ് റൂമിലാണെങ്കിൽ തന്നെ 2 to 3 എയർ ചേഞ്ചസ് നടക്കണം. വർക്കിംഗ് റൂമിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരുമല്ലോ, 4 to 6 എയർ ചേഞ്ചസ് എങ്കിലും നടക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആയിട്ട് പറഞ്ഞത്. ഇനി നോയ്സിന്റെ കേസിൽ നമ്മളിപ്പോ എന്താണ് വാട്ടർ പറഞ്ഞു, എയർ പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, വെന്റിലേഷൻ പറഞ്ഞു, പിന്നെ പറയണതാണ് നോയ്സിന്റെ കേസിൽ എന്താ വെച്ചാല് നമുക്കറിയാലോ ഇത്ര സൗണ്ടിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത്ര സൗണ്ട് വരെ നമുക്ക് അഫോർഡബിൾ ആണ്, നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഇത്ര സൗണ്ടിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്രയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. മാക്സിമം റെക്കമെൻഡഡ് നോയ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 85 decibel ആണ്. റെക്കമെൻഡഡ് മാക്സിമം എന്ന് പറയുന്നത് എന്താണ്, 85 decibel ആണ് എന്നുള്ളത് ആലോചിക്കുക. എക്സ്ട്രീം ലിമിറ്റ് ഓഫ് ദി ഹ്യൂമൻ നോയ്സ് ടോളറൻസ് 140 dB. അപ്പൊ പെയിൻ ത്രഷോൾഡ് നമ്മൾ മാക്സിമം നമുക്ക് എന്താണ് സഹിക്കാൻ പറ്റുന്ന പെയിൻ ത്രഷോൾഡ് എന്ന് പറയുന്നത് എന്താണ്, 140 dB ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, കാരണം ഇതിൽ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ നമ്മൾ 85 അല്ല 80 എന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ പക്ക പറഞ്ഞതാണ്. മാക്സിമം റെക്കമെൻഡഡ് നോയ്സ് എന്ന് പറഞ്ഞാൽ 85 ആണ്. എക്സ്ട്രീം ലിമിറ്റ് എന്ന് പറയുന്നത് 140 dB ആണ്. മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാക്കാൻ വരെ കാരണമാകുന്നത് 160 dB ആണ്. താഴത്തേക്കാകുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ എന്താ വെച്ചാൽ നോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിന് നമ്മൾ വിസ്പറിങ് മട്ടറിങ് ആ രീതിയിലൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ മേലേക്ക് പോകുമ്പോൾ പ്രശ്നമാണ്. നമ്മൾ തന്നെ ഹെഡ്സെറ്റ് കൂട്ടുന്ന സമയത്ത് അതിലെങ്ങനെ ക്വസ്റ്റ്യൻ വരുമല്ലോ, മാക്സിമം ഇത് വന്നിട്ടുണ്ട്, അപ്പൊ അതിന് മേലെ പോകണം എന്നുള്ളത് ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതേ രീതിയിലാണ്
ഇത് പറയണത്. മാക്സിമം റെക്കമെൻഡഡ് നോയ്സ് 85 dB ആണ്. എക്സ്ട്രീം ലിമിറ്റ് ഓഫ് ദി ഹ്യൂമൻ ഈസ് ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 dB ആണ്. മെക്കാനിക്കൽ ഡാമേജ് ബൈ 160 dB ആണ്. ഇനി അടുത്തതാണ് റെഫ്യൂസ് ഡിസ്പോസൽ. ഏതൊക്കെ രീതിയിൽ നമുക്കിപ്പോൾ കുറെ റെഫ്യൂസുകൾ വന്നു, അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ്. ബേണിംഗ് ആണ്, ഡംപിങ് ആണ്, കൺട്രോൾഡ് ടിപ്പിംഗ്, കമ്പോസ്റ്റിംഗ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മള് മറ്റേല് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എപ്പിഡമോളജിയിൽ ഫസ്റ്റ് പഠിച്ചപ്പോൾ എന്താണ്, പേഷ്യന്റിന്റെ ക്ലോത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച കാര്യങ്ങൾ കൺകറന്റ് ഡിസ്ഇൻഫെക്ഷനിൽ നമുക്ക് ആവശ്യമില്ലാത്തതും അതേപോലെ തന്നെ പിന്നെ ടെർമിനൽ ഡിസ്ഇൻഫെക്ഷനിൽ പേഷ്യന്റ് ഉപയോഗിച്ചത് നമുക്ക് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ, ബുക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ബേണിംഗ് ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഡംപിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവായിട്ടുള്ള ഒരു കുറച്ച് സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഡംപ് ചെയ്യാൻ പറ്റുന്നില്ലതിനൊക്കെ നമ്മൾ അതിന് ഡംപിങ് എന്ന്. പിന്നെ കൺട്രോൾഡ് ടിപ്പിങ്ങും കമ്പോസ്റ്റിങ്ങും അത് അധികം ഒന്നും വരുന്നില്ല. ഇനി ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്രോപ്പർ എക്സ്ക്രീറ്റ ഡിസ്പോസൽ. അങ്ങനെ തന്നെ പറയാം, നമ്മള് നല്ല രീതിയിൽ എക്സ്ക്രീറ്റ ഡിസ്പോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള വേ അല്ല, ഇംപ്രോപ്പർ ആയിട്ടാണ് എക്സ്ക്രീറ്റ ഡിസ്പോസൽ ചെയ്തതെന്നുണ്ടെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഇതിൽ? ടൈഫോയിഡ്, പാരാടൈഫോയിഡ്, ഡയറിയ, ഡിസെൻട്രി, ഇൻഡസ്റ്റൈനൽ വേം, റൗണ്ട് വേം, ഹുക്ക് വേം, ഏതും ആവാം, കോളറ, പോളിയോ, വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഇതെല്ലാം എന്താണ്, ഇംപ്രോപ്പർ എക്സ്ക്രീറ്റ ഡിസ്പോസൽ കൊണ്ടുവരുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക, കാരണം ഏത് രീതിയിലും ഇങ്ങനത്തെ വാട്ടർ ബോൺ ഡിസീസിന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ടൈഫോയിഡ്, പാരാടൈഫോയിഡ്, ഡയറിയ, ഡിസെൻട്രി, ഇൻഡസ്റ്റൈനൽ വേംസ്, റൗണ്ട് വേം, ഹുക്ക് വേം, കോളറ, പോളിയോ, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ എക്സാമ്പിൾ. ഇനി സാനിറ്ററി ലാട്രിൻ, ഇതൊന്നും വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ബോർഹോൾ ലാട്രിൻ ഉണ്ട്, ഡഗ്വെൽ ലാട്രിൻ ഉണ്ട്, വാട്ടർ സീൽ ലാട്രിൻ ഉണ്ട്, RCA ലാട്രിൻ ഉണ്ട്. പണ്ടത്തെ ഒക്കെ അവസ്ഥയിൽ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ലാട്രിൻസിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം ഇതുകൊണ്ടാണ് നമ്മൾക്ക് അസുഖങ്ങൾ കൂടുതൽ വരുന്നതില്ല. കാരണം ഇംപ്രോപ്പർ എക്സ്ക്രീറ്റ ഡിസ്പോസൽ വരുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ, ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കറക്റ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല. അപ്പൊ അവർ പുറത്തൊക്കെ ഉപയോഗിക്കുക ആ രീതിയിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത ആൾക്ക് അതിൽ നിന്ന് ഫ്ലൈസ് അതിൽ വന്നിരിക്കാം, ആ ഫ്ലൈസ് അടുത്ത ആൾക്ക് കൊടുക്കാം, ഇൻസെക്ട് വന്നിരിക്കാം, മൊസ്കിറ്റോ കിടക്കാം, അങ്ങനെ ഏത് രീതിയിലും ഹൗസ് ഫ്ലൈ ഡിസീസ് ഒക്കെ കൂടുതലായിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ എക്സ്ക്രീറ്റ പുറത്ത് എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ടും പിന്നെ ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ടൊരു മെത്തേഡുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഈ രീതിയിലുള്ള ഡിസീസുകൾ കുറവാണ്. എങ്കിലും എന്താണ്, വാട്ടർ ബോൺ ഡിസീസ് തന്നെയാണ് ഇന്നിപ്പോഴും കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ ബോർഹോൾ ലാട്രിൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുഴി കുഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ഓഗർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് അതിന് വേണമെന്ന് മാത്രം എക്സ്ട്രാ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓഗർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൺവെട്ടിയൊക്കെ പോലത്തെ ഒരു സാധനം, അതിനെ കുഴി കുഴിച്ചു പോകുന്ന ഒരു സാധനം, അതാണ് ഈ ബോർഹോൾ ലാട്രിന് വേണ്ടിയത് പറയുന്നത്. പിന്നെ ഡഗ്വെൽ ലാട്രിനും വാട്ടർ സീൽ ലാട്രിന്, RCA ലാട്രിനാണ് ഇപ്പൊ നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചത്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന പാന്, അതിനൊരു കണക്റ്റീവ് പൈപ്പ് ഉണ്ടാവും. പിന്നെ അതിന് ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ട് ഒരു താഴോട്ടേക്ക് ഒരു കണക്റ്റീവ് പൈപ്പ്, വാട്ടർ സീൽ വെച്ചിട്ടുണ്ടാവും, പിന്നെ സ്ക്വാറ്റും പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മള് എന്താണ് ഇന്ത്യൻ ടൈപ്പ് അത് പറയും. അപ്പൊ അതാണ് ഈ RCA ലാട്രിൻ എന്ന് പറയുന്നത്. ഇനി സെപ്റ്റിക് ടാങ്കിന്റെ വർക്കിംഗ് മെത്തേഡ് എന്താ? എയർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 1 foot എബവ് വാട്ടർ ലെവൽ. വാട്ടർ ലെവലിന് ഒരു മിനിമം ഒരു 1 foot എങ്കിലും എന്തായിരിക്കും എയർ സ്പേസ് ഉണ്ടായിരിക്കണം, നിർബന്ധം. അപ്പൊ അത്രയും മേലെ നമ്മൾ പറയില്ലേ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് ഇനി അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, ഈ ഒരു 1 foot എബവ് നിൽക്കാത്ത സമയത്താണ് അതിന് നമ്മൾ എന്താ പറയാ, സെപ്റ്റിക് ടാങ്കിന് മാറ്റാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇത്ര കഴിയുമ്പോൾ അത് മാറ്റണം എന്നുള്ളത് പറയുന്നത്. പിന്നെ റിട്ടൻഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് ഇതിൽ റിട്ടൻഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇതിന്റെ പ്രോസസ്സുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ മെത്തേഡുകളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ 24 hours ഇതിൽ ഈ റിട്ടൻഷൻ പീരീഡിൽ ഈ സ്ലഡ്ജ് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ നിൽക്കണം. പിന്നെ വർക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് സോയിൽ സെറ്റിൽ ഡൗൺ ടു ദ ബോട്ടം ഓഫ് ദി ടാങ്ക്. അവിടെ അപ്പൊ എന്തായിരിക്കും, അനീറോബിക് ഡൈജഷൻ നടക്കും. അപ്പൊ ഈ സോളിഡ് എല്ലാം തന്നെ ഇതിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനെന്താ പറയും, ഈ അക്യുമുലേറ്റ് ചെയ്ത സോളിഡിനെ നമ്മൾ എന്ത് പറയും, സ്ലഡ്ജ് എന്ന് പറയും. പിന്നെ ഈ ഇതിൽ നിന്നൊരു ലിക്വിഡ് എന്താണ് പുറത്തേക്ക് ഇങ്ങനെ പോകും. ആ ലിക്വിഡിനെ നമ്മൾ എന്ത് പറയും, എഫ്ലുവന്റ് എന്ന് പറയും. ഈ ലിക്വിഡിൽ എന്തൊക്കെ ഉണ്ടാവാം, ബാക്ടീരിയ ഉണ്ടാവാം, സിസ്റ്റ് ഉണ്ടാവാം, ഓവർ ഉണ്ടാവാം. ഇതൊക്കെയാണ് എന്തായിരിക്കും ഡിസീസ് പടർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം. പിന്നെ എഫ്ലുവന്റ് പുറത്തേക്ക് പോയല്ലോ, അപ്പൊ എഫ്ലുവന്റ് പിന്നെ എന്ത് പോകണം, എയറോബിക് ഓക്സിഡേഷൻ നടക്കണം. അപ്പോൾ ആദ്യം സെപ്റ്റിക് ടാങ്ക് നമ്മളങ്ങനെ മനസ്സിൽ വിചാരിക്കാം, ഒരു ടാങ്ക് വിചാരിച്ചു.
ആ ടാങ്കിലേക്ക് എന്തായിരിക്കും നമ്മൾ നൈറ്റ് സോയിൽസ് ഒക്കെ പോയിട്ട് സെറ്റിൽ ഡൗൺ, അതായത് എക്സ്ക്രീറ്റ് കയ്യിൽ പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഉള്ളിലായതുകൊണ്ട് തന്നെ എന്ത് നടക്കണം? അനീറോബിക് ഡൈജഷൻ ആണ് ഫസ്റ്റ് നടക്കുക. അങ്ങനെ അനീറോബിക് ഡൈജഷൻ നടക്കുമ്പോൾ ഇതിന്റെ രണ്ട് പാർട്ടായിട്ട് മാറും. സോളിഡ് പാർട്ട് ഉണ്ടാവും, ലിക്വിഡ് പാർട്ട്. സോളിഡ് പാർട്ടിനെ നമ്മൾ എന്താ പറയും? സ്ലഡ്ജ് എന്ന് പറയും. ലിക്വിഡ് പാർട്ടിനെ എഫ്ലുവന്റ് എന്ന് പറയും. ഈ എഫ്ലുവന്റിന് പിന്നെ എന്ത് സംഭവിക്കണം? എയറോബിക് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് നടക്കുക. ഞാൻ പറയണ എന്റെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര എന്താണ് എടുത്തു പറയണ നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മള് സീവേജിൽ എന്തുണ്ടാവാൻ പാടില്ല? വാട്ടർ കണ്ടെയ്നിങ് സോളിഡ് ആൻഡ് ലിക്വിഡ് എക്സ്ക്രീറ്റ ഡിറൈവ്ഡ് ഫ്രം ഹൗസസ്, സ്ട്രീറ്റ്, വാഷിംഗ്, ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്. ഇതിലെന്താ വെച്ചാല് ഇതുണ്ടാവാൻ പാടില്ല. നമ്മളെ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സീവേജ് എന്ന് പറയാം അല്ലേ? വാട്ടർ കണ്ടെയ്നിങ് സോളിഡ് ആൻഡ് ലിക്വിഡ് എക്സ്ക്രീറ്റ ഡിറൈവ്ഡ് ഫ്രം ഹൗസസ്, സ്ട്രീറ്റ്, വാഷിംഗ് ഫാക്ടറി. നമ്മൾ ബാക്കിയുള്ള എല്ലാ വേസ്റ്റുകളെയും നമ്മൾ എന്ത് പറയുന്നത്? സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സീവേജിൽ നമ്മൾ 2 തരം ട്രീറ്റ്മെന്റിലൂടെ ഇത് കടന്നു പോകും. പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഇതൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യനിൽ നിന്ന് വരാൻ ചാൻസ് ഒന്നുമില്ല. ഇതിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഡൈജഷൻ, ഏത് പ്രോസസ്സാണെന്നൊക്കെ മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇത് വരാണെങ്കിൽ തന്നെ വരുള്ളൂ. അപ്പൊ എഫ്ലുവന്റിന് നമ്മൾ നേരത്തെ തന്നെ പോലെ തന്നെ എയറോബിക് ഓക്സിഡേഷൻ നടക്കും. പിന്നെ ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ മെത്തേഡിലൂടെ പോകും. അപ്പൊ ഫിൽറ്റർ വന്നാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു സൂഗ്ലിയർ ലെയർ അവിടെ ഫോം ചെയ്യും. പിന്നെ അവിടെ ഒരു സ്ലഡ്ജിന് ആക്ടിവേറ്റഡ് പ്രോസസ് നടക്കും. ഈ ആക്ടിവേറ്റഡ് പ്രോസസ് കഴിഞ്ഞിട്ട് ഒരു സെഡിമെന്റേഷൻ നടക്കും. അപ്പോൾ സ്ലഡ്ജ് എപ്പോഴും എന്തായിരിക്കും? അനേറോബിക് ഡൈജഷൻ നടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതും ഇവിടെ പറയുന്നത് സെയിം തന്നെയാണ്. മറ്റൊരുത്ത് എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്കിൽ ഫസ്റ്റ് ആണ് അനേറോബിക് ഡൈജഷൻ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് എയറോബിക് ഓക്സിഡേഷൻ നടക്കുക. ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് എഫ്ലുവന്റിന് എയറോബിക് ഓക്സിഡേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലഡ്ജിന് പിന്നെ അനേറോബിക് ഡൈജഷൻ പിന്നെ നടക്കുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളെ വാട്ടർ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിന് ഒരു സ്ക്രീനിങ് സ്റ്റേജിലേക്ക് പോകും. പിന്നെ അതൊരു പ്രൈമറി ട്രീറ്റ്മെന്റ് സ്റ്റേജിൽ പോകും. പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റ് സ്റ്റേജിൽ പോകും. പിന്നെ അത് ഫൈനലായിട്ട് പോകും. പിന്നെ അത് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും? അതിനെ ബാക്കി അതിന്റെ ഫിൽട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിനെ റിവറിലേക്ക് തന്നെ കടത്തിവിടും. ഇതേ രീതിയിലാണ് ഇതിന്റെ വേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ സീവേജിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ എന്താണ്? ഫസ്റ്റ് എയറോബിക് ഓക്സിഡേഷൻ ആണ് പറയുന്നത്. പിന്നെ സ്ലഡ്ജിന് അനേറോബിക് ഓക്സിഡേഷൻ സെക്കൻഡ് നടക്കും. ഇതേ രീതിയിൽ പോകും. ആദ്യം ഒരു ബാർ സ്ക്രീനിങ് നടത്തിയിട്ട് അതിന്റെ ഗ്രിറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്രൈമറി ക്ലാരിഫയറിൽ പോയിട്ട് അത് എയറേഷൻ നടക്കും. പിന്നെ സെക്കൻഡറി ക്ലാരിഫയറിൽ പോകും. പിന്നെ ക്ലോറിനേഷൻ, പിന്നെ ഡിസിൻഫെക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി പരിപാടികൾ നടക്കും. പിന്നെ അതിപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ടേക്കിംഗ് ദ വേസ്റ്റ് വാട്ടർ. പിന്നെ അത് സ്ക്രീനിങ് നടത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പ്രൈമറി ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും. പിന്നെ അതിന് സെക്കൻഡറി ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും. പിന്നെ അതിന് ഫൈനൽ ട്രീറ്റ്മെന്റിൽ പോയിട്ട് പിന്നെ ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി അതിന് ലാൻഡിലേക്കോ എന്താണെന്ന് വെച്ചാൽ അതിനെ റിമൂവ് ചെയ്യും. ഇനി അതിൽ അടുത്തതാണ് ഓക്സിഡേഷൻ ബോണ്ട്. അപ്പൊ ഈ ഓക്സിഡേഷൻ ബോണ്ട് ഒന്ന് പഠിച്ചു വെക്കാം. എന്താന്ന് വെച്ചാൽ ഇതില് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഇതാണ് നമ്മളൊരു ഇപ്പൊ നമ്മള് ഏറ്റവും നല്ല മെത്തേഡ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ പറഞ്ഞ രീതിയിൽ കമ്പഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേണിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഡംപിങ് ചെയ്യുന്നതുകൊണ്ടൊക്കെ നമ്മള് ചിലപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നൊരു ഇതാണ് ഓക്സിഡേഷൻ ബോണ്ട് എന്നാണ്. ഇവിടെ ഓക്സിഡേഷൻ ബോണ്ടിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഷാലോ ബോണ്ടാണ്. 3 to 5 feet ഡീപ്പ് ഡെപ്ത് ഉണ്ടാവും. അതേപോലെ അതിനൊരു ഇൻലെറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ 3 ക്രൈറ്റീരിയ ഇത് കവർ ചെയ്യണം. ആൽഗ ഉണ്ടാവണം പോണ്ടില്. അതേപോലെ അതിന് ആവശ്യമായിട്ടുള്ള സൺലൈറ്റ് കിട്ടണം. പിന്നെ അതോടുകൂടി തന്നെ ചില ബാക്ടീരിയാസ് ഇതിൽ വേണം. സെർട്ടൺ ബാക്ടീരിയാസ് വേണം. മെയിൻ ആയിട്ട് അനീറോബിക് ബാക്ടീരിയ വേണം. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ആൽഗെ ഫോട്ടോസിന്തസിസ് വഴി സൺലൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇനോർഗാനിക് മാറ്ററിനെ, ഇനോർഗാനിക് വേസ്റ്റിനെയൊക്കെ തന്നെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് അത് ഓക്സിജൻ റിലീസ് ചെയ്യും. ഈ ഓക്സിജനെ നമ്മളിപ്പോൾ പറഞ്ഞ അനീറോബിക് ബാക്ടീരിയകളെ എടുക്കുകയും ചില ബാക്ടീരിയസ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക്സ് ഒക്കെ ആക്കി മാറ്റിയിട്ട് അതിനെന്തെയ്യും? ഈ ബാക്ടീരിയ ഈ ഇപ്പൊ വന്ന ഓക്സിജനെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് വീണ്ടും നമുക്ക് എന്തുണ്ടെങ്കിലും ഇനോർഗാനിക് വേസ്റ്റുകൾ ഉണ്ടാക്കും. അപ്പൊ അത് അമോണിയ, ഫോസ്ഫേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് അതൊക്കെ നമുക്ക് നേരെ എന്തായിരിക്കും?
എയറിലേക്ക് പോകും. അത് വീണ്ടും നമ്മളുടെ ആൽഗ ഇത് ചെയ്തിട്ട് അത് റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെ ബാക്ടീരിയ ഓക്സിഡേഷൻ ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടുകൾ വേറെ രീതിയിലൊന്നും ഉണ്ടാക്കൂല. അതായത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻവയോൺമെന്റിന്റെ എന്താണ് കാര്യങ്ങൾ നടത്തണം എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എൻവയോൺമെന്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ പോകുന്നില്ലത് കൊണ്ടാണ് ഈ ഓക്സിഡേഷൻ ബോണ്ടിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഓക്സിഡേഷൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്താണ് ഒരു സ്റ്റെബിലൈസേഷൻ ബോണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ലാർജ് ഷാലോ ബോണ്ട് എന്നൊക്കെ പറയും. ഇത് എപ്പോഴും ഒരു വേസ്റ്റ് വാട്ടറിന് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ആൽഗെ അതിന്റെ എനർജിക്ക് വേണ്ടിയിട്ട് എന്താണ് സൺലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനും കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്യും. പിന്നെ ആൽഗെ ഇതിന് ഗ്രോ യൂസിങ് എനർജി ഫ്രം സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നമുക്കിപ്പോൾ നേരത്തെ ഉണ്ടായി വന്ന കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ സൺലൈറ്റും ഈ കാര്യങ്ങളൊക്കെ തന്നെ ആൽഗെ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് അത് എന്താണ് ഓക്സിജനെ റിലീസ് ചെയ്യും. പിന്നെ ഈ ഫോട്ടോസിന്തസിസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയ ഇതൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് ഇത് സൈക്കിളായിട്ട് ഓക്സിഡേഷൻ നടത്തും. പിന്നെ അതിന്റെ ഇനോർഗാനിക് വേസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിങ്ങനെ സൈക്കിൾ ഇങ്ങനെ നടത്തും. അപ്പോൾ എയറോബിക് ബാക്ടീരിയ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓക്സിജൻ ഉണ്ടാകും. അത് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് അടുത്ത പ്രോസസ്സിന് അവിടെ യൂസ് ചെയ്യും. പിന്നെ ബാക്ടീരിയ പിന്നെ ഓക്സിഡേഷൻ നടക്കും. ഈ ഒരു സൈക്കിൾ നടക്കുന്ന ആലോചിച്ചാൽ മതി. ഇതിൽ 3 ക്രൈറ്റീരിയ മസ്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യണം. ആൽഗെ പോണ്ടിൽ ആൽഗെ വേണം. അതേപോലെ തന്നെ പിന്നെ സൺലൈറ്റ് ആവശ്യത്തിനുള്ള സൺലൈറ്റ് പോണ്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ കുറച്ച് അനേറോബിക് ബാക്ടീരിയസ് ഇതിൽ വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ എന്തായിരിക്കും ഇതിൽ ഈ ഒരു സൈക്കിൾ നടക്കുള്ളൂ. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റിന് ഹെൽത്തി ആണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഓക്സിഡേഷൻ മോഡൽ പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്.